ചില മക്കള് വലിയ വാശിക്കാരായിരിക്കും. ഉമ്മമാര് പറഞ്ഞതൊന്നും മക്കൾ അനുസരിക്കില്ല. അങ്ങനെ വാശി കൂടുതലായിരിക്കും. ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വാശി പിടിക്കുന്ന മക്കളുണ്ടാകും. അതുപോലെ തന്നെ ചീത്ത സ്വഭാവമുള്ള മക്കളുണ്ടാകും. ആ സ്വഭാവം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി ഉമ്മമാര് ഒരുപാട് പ്രയത്നിക്കുന്നുണ്ടാകും. പക്ഷേ കുഞ്ഞിൽ നിന്ന് അത് മാറ്റാൻ കഴിയുന്നില്ല. ഇങ്ങനെ പ്രയാസപ്പെടുന്ന ഉമ്മമാർക്ക് ഉപ്പമാർക്കൊക്കെ ഉപകരിക്കുന്ന ഒരു ആത്മീയമായിരിക്കുന്ന മരുന്നിനെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. പൂർണ്ണമായും കാണുക, മനസ്സിലാക്കുക, നമ്മുടെ മക്കൾക്ക് ചെയ്തു കൊടുക്കുക. അല്ലാഹു തആല നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. സൂറത്തു ആലി ഇമ്രാനിലെ 36-ാമത്തെ ആയത്തിന്റെ അവസാന ഭാഗം, സ്ക്രീനിൽ കാണുന്ന ആ ഭാഗം 3 തവണ ഓതുക. രണ്ടാമത് സൂറത്തുൽ ഫതഹിന്റെ അവസാനത്തെ ആയത്ത്, മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന് തുടങ്ങുന്ന ആ ആയത്ത് 7 തവണ ഓതുക. മൂന്നാമത്തത് യാ ഹാദി യാ അല്ലാഹ്, സ്ക്രീനിൽ കാണുന്ന ആ ഇസ്മിനെ യാ ഹാദി യാ അല്ലാഹ്, യാ ഹാദി യാ അല്ലാഹ് എന്ന് 55 തവണ ചൊല്ലുക. നാലാമത്തത് സൂറത്തുൽ ഖദർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഖദർ 3 തവണ പാരായണം ചെയ്യുക. അഞ്ചാമത്തത് സൂറത്തു ശറഹ്, അലം നശ്റഹ് ലക സ്വദറക എന്ന് തുടങ്ങുന്ന സൂറത്തു ശറഹ് 1 തവണ ഓതുക. ഈ കാര്യങ്ങളൊക്കെ നാം ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് അതിലേക്ക് മന്ത്രിക്കുകയാണ് ചെയ്യേണ്ടത്. ഓരോ സൂറത്തും ഓരോ തവണ ഓതി ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിക്കുക. അതേപോലെ തന്നെ മറ്റു പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്നിട്ട് ആ കുഞ്ഞിന് ആ വെള്ളം കുടിക്കാൻ കൊടുക്കുക. അവൻ കഴിക്കുന്ന ഭക്ഷണം ഏതാണോ, ചായ ഉണ്ടാക്കി കൊടുക്കാം. അവൻ കഴിക്കുന്ന അവനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണോ, ജ്യൂസ് കുടിക്കുന്ന ആളാണെങ്കിൽ ഈ വെള്ളം ഒഴിച്ച് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാം. അവൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഈ വെള്ളം ചേർത്തുകൊണ്ട് ആ കുഞ്ഞിന് കൊടുക്കുക. 21 ദിവസം ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് മാറ്റം വരുന്നില്ല എങ്കിൽ 41 ദിവസമെങ്കിലും ഇങ്ങനെ ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ കുഞ്ഞിൽ നിന്ന് നിങ്ങൾക്ക് പോസിറ്റീവായ മറുപടി, നല്ല ഒരു മാറ്റം കുഞ്ഞിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയും. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങൾ ചെയ്തു നോക്കുക. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്തുകൊണ്ട് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അല്ലാഹു തആല നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.